ആഫ്രിക്കൻ രാജ്യങ്ങളായ ബുർക്കിനോ ഫാസോ, മാലി, നൈജർ രാജ്യങ്ങൾ ചേർന്ന് പുതിയ കൂട്ടായ്മ രൂപീകരിച്ചു. പട്ടാള ഭരണത്തിന് കീഴിലാണ് ഈ 3 രാജ്യങ്ങളും. ജനാധിപത്യ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഇക്കോവാസുമായുള്ള സഹകരണം സൈനിക ഭരണകൂടങ്ങൾ അവസാനിപ്പിച്ചു. പട്ടാള അട്ടിമറിക്ക് പിന്നാലെ 3 രാജ്യങ്ങളുടെ വിദേശ നയത്തിലും മാറ്റം പ്രകടമായി. ഭീകരവേട്ടയ്ക്ക് അമേരിക്കയും ഫ്രാൻസും ഈ രാജ്യങ്ങളിൽ വിന്യസിച്ചിരുന്ന സൈനികരെ പുറത്താക്കി. പകരം റഷ്യയുമായി സഹകരിച്ചു. നൈജർ തലസ്ഥാനമായ നിയാമയിലായിരുന്നു യോഗം. നൈജർ സൈനിക മേധാവി ജനറൽ അബ്ദുറഹ്മാൻ ചിയാനി, ബുർക്കിനോ ഫാസോ സൈനിക മേധാവി ഇബ്രാഹിം ട്രോർ, മാലി സൈനിക മേധാവി അസിമി ഗൊയ്റ്റ എന്നിവരാണ് കൂടിക്കാഴ്ച നടത്തിയത്. പ്രതിരോധ സഹകരണം ലക്ഷ്യം വെച്ച് അലയൻസ് ഓഫ് സഹേൽ സ്റ്റേറ്റ് എന്ന കൂട്ടായ്മയും രൂപീകരിച്ചു. സൈനിക അട്ടിമറിക്ക് പിന്നാലെ 3 രാജ്യങ്ങളും ഈ വർഷം ജനുവരിയിൽ ഇക്കോവാസ് അംഗത്വം ഉപേക്ഷിച്ചിരുന്നു. അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ഇക്കോവാസ് നിലകൊള്ളുന്നതെന്ന് നൈജർ സൈനിക മേധാവി ജനറൽ അബ്ദുറഹ്മാൻ ചിയാനി കുറ്റപ്പെടുത്തി. വിദേശ ശക്തികൾ ആഫ്രിക്കയെ ചൂഷണം ചെയ്യുകയാണെന്ന് ബുർക്കിനോ ഫാസോയുടെ സൈനിക മേധാവി ഇബ്രാഹിം ട്രോർ പറഞ്ഞു. നൈജറിനും മാലിക്കും ഇക്കോവാസ് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി. സഹേൽ മേഖലയിലെ ഭീകരപ്രവർത്തനങ്ങൾ അടിച്ചമർത്തുന്നതിനു വേണ്ടി അമേരിക്കയും ഫ്രാൻസും നൈജറിലും ബുർക്കിന ഫാസോയിലും മാലിയിലും സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. 2022 ഫ്രഞ്ച് സൈനികരെ മാലിയും ബുർക്കിന ഫാസോയും പുറത്താക്കി. നൈജറിൽ അവശേഷിച്ചിരുന്ന അമേരിക്കൻ സൈനികരും നിയാമയിലെ യോഗത്തിന് തലേ ദിവസം പിൻവാങ്ങി. മേഖലയിൽ പിടിമുറുക്കാൻ കിട്ടിയ അവസരം റഷ്യയും പാഴാക്കിയില്ല. 3 രാജ്യങ്ങളുടെ ആവശ്യപ്രകാരം സൈന്യത്തെ അയക്കാൻ റഷ്യയും തയ്യാറായി. ഈ രാജ്യങ്ങളിലെ ജനങ്ങളും 2 തട്ടിലാണ്. സൈനിക ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നവർ റഷ്യൻ പതാകകളുമായി തെരുവിലിറങ്ങി. ജനാധിപത്യത്തെ അനുകൂലിക്കുന്നവരുടെ ആവശ്യം തടവിലാക്കപ്പെട്ട ഭരണാധികാരികളെ വിട്ടയച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ്. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും ഐക്യം നിലനിർത്തുന്നതിലും ഇക്കോവാസ് പരാജയമെന്ന ആക്ഷേപമുണ്ട്. സംഘടനയുടെ പ്രവർത്തന രീതിയിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യവും ശക്തമാണ്. 1975 ഇക്കോവാസ് രൂപീകൃതമായതിനു ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് സംഘടന ഇപ്പോൾ കടന്നുപോകുന്നത്. അംഗരാജ്യങ്ങളിലെ രാഷ്ട്രീയ അട്ടിമറികളും ആഭ്യന്തര യുദ്ധങ്ങളും എങ്ങനെ മറികടക്കുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഇക്കോവാസ്.